പ്രൈഡ്, ആത്മാഭിമാനം തോന്നുന്ന നിമിഷങ്ങളുണ്ടല്ലോ. മറ്റുള്ളവർക്ക് ഈ ഒരു പ്രൈഡ്, ആ ഒരു ഇത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തൊരു സുഖമായിരിക്കില്ലേ. നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു പ്രൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം. ഞാൻ നിന്നെ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചു എന്ന് മറ്റൊരാൾക്ക് നിങ്ങളെക്കുറിച്ച് തോന്നിയ ഏതെങ്കിലും നിമിഷങ്ങളുണ്ടാവുമോ? നമ്മളെ മറ്റുള്ളവരെങ്ങനെ കുറ്റപ്പെടുത്തി ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കുന്നുണ്ട് ഒരുപാട് മനുഷ്യർ ചെയ്ത നല്ല കാര്യങ്ങൾ. ഒരു ജോലി ചെയ്യുന്ന ഒരാളോട് പറയാം, എടാ നീ നന്നായിട്ട് ജോലി ചെയ്തു കേട്ടോ. ഒരാൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്ന് അപ്രിസിയേറ്റ് ചെയ്യുക. ഒരാൾ പരിശ്രമിച്ച് അത്യാവശ്യം നല്ലൊരു മാർക്ക് കിട്ടി കഴിഞ്ഞാൽ, ഓഹ് നിൻ്റെ ശ്രമം ഫലം കണ്ടു. ഈ വാക്കുകൾ നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്കുകൾ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നുള്ളതാണ്. ഇന്നോട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ ആര് വരികയാണോ അവർ ചേരുന്ന കൊച്ചു അപ്രിസിയേറ്റിന് അവർക്ക് ആത്മാഭിമാനം തോന്നിയ, അവരെക്കുറിച്ച് അഭിമാനം തോന്നിയ, പ്രൈഡ് തോന്നിയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ വേണ്ടി നമ്മൾ അവരെ എടാ നീ നന്നായിട്ട് ജോലി ചെയ്തു കേട്ടോ. ഒരാൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്ന് അപ്രിസിയേറ്റ് ചെയ്യുക. ഒരാൾ പരിശ്രമിച്ച് അത്യാവശ്യം നല്ലൊരു മാർക്ക് കിട്ടി കഴിഞ്ഞാൽ, ഓഹ് നിൻ്റെ ശ്രമം ഫലം കണ്ടു. ഈ വാക്കുകൾ നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്കുകൾ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നുള്ളതാണ്. ഇന്നോട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ ആര് വരികയാണോ അവർ ചേരുന്ന കൊച്ചു അപ്രിസിയേറ്റിന് അവർക്ക് ആത്മാഭിമാനം തോന്നിയ, അവരെക്കുറിച്ച് അഭിമാനം തോന്നിയ, പ്രൈഡ് തോന്നിയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ വേണ്ടി നമ്മളവരെ ഏത് നിമിഷത്തിലാണ് നമുക്ക് പ്രൈഡ് അല്ലെങ്കിൽ സ്വയം അഭിമാനം തോന്നുന്നത്? നമ്മുടെ പ്രയത്നങ്ങളെ മറ്റൊരാൾ അംഗീകരിക്കുമ്പോഴാണ്. പക്ഷേ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴായിട്ട് മറന്നു പോകുന്നത് മറ്റുള്ളവരുടെ ഈ ഒരു കാര്യങ്ങളെ റെക്കഗ്നൈസ് ചെയ്യണം. നമ്മുടെ ജോലിയിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മളത് മറന്നു പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഓഫീസ് സ്ഥലത്തോ അല്ല ഹോസ്പിറ്റലിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റാഫ് എന്തെങ്കിലും നല്ല രീതിയിലൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, അവർ സാധാരണ ചെയ്തായിക്കോട്ടെ, നിങ്ങൾക്കതൊരു ചെറിയ വാക്കായിരിക്കും, പക്ഷെ അവർക്ക് ജീവിതത്തിൽ അതിശക്തമായിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടൊരു ഗിഫ്റ്റായിരിക്കും അത്. ഒന്നാ പിന്നെന്തിക്കുക, ഓഹ് ഇന്ന് നല്ല അടിപൊളിയായി കേട്ടോ, നീ ആ കുട്ടിക്കിട്ട ക്യാനുല, ആ കുട്ടി ഒന്ന് കരഞ്ഞത് പോലുമില്ല. നീ ആ കുട്ടിയുടെ ബ്ലഡ് എടുത്തപ്പോൾ ഉണ്ടല്ലോ, ആ കുട്ടി വല്ലാതെ കരയേണ്ട കുട്ടിയായിരുന്നു, പക്ഷേ ഒന്നും ആയില്ല കേട്ടോ, നീ അടിപൊളി ലാബ് ടെക്നീഷ്യനാണ്. അതങ്ങോട്ട് കേൾക്കുന്ന സമയത്ത് അവരുടെ ആ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, പോസിറ്റീവ് ഹോർമോൺസിൻ്റെ ഒരു പ്രളയം ഉണ്ടല്ലോ, അത് ആ ജീവിതത്തിൽ അവർക്ക് വലിയൊരു ശക്തിയാണ് നൽകുക. നമ്മൾ ഒരുപാട് ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യും. ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടാണോ നമുക്ക് ആഘോഷം തുടങ്ങേണ്ടത്? ഒരിക്കലുമല്ല. ഈ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിലെ ചെറിയ വിജയങ്ങളെ വലിയ ആഘോഷങ്ങളാക്കി നമ്മൾ മാറ്റണം. അത് നമ്മളെ പ്രൈഡുള്ളതാക്കി മാറ്റുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു 10 കിലോ വെയിറ്റ് കുറക്കാൻ വേണ്ടി തീരുമാനിച്ചു. 10 കിലോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരാഴ്ച ആയപ്പോഴേക്ക് ഒരു 1/2 കിലോ കുറഞ്ഞു. സെലിബ്രേറ്റ് ഇറ്റ്. നിങ്ങളിപ്പോൾ ഒരു കാര്യം പഠിച്ച് തുടങ്ങുകയാണ്. കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റുകൾ വരുമ്പോഴും നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുക. ആ സെലിബ്രേഷൻ നിങ്ങൾക്ക് അത് കൂടുതൽ കരുത്തോടെ ചെയ്യാനും അത് കൂടുതൽ ഭംഗിയാക്കാനും അത് സഹായിക്കും. അടുത്തതായിട്ട് നമ്മൾ ധൈര്യം അഭ്യസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കോട്ടാന വന്ന് അതിനെ പിടിച്ചിട്ട് മല്ലടിച്ച് തോൽപ്പിക്കുന്നത് നല്ലതല്ല. നമ്മളൊരു സത്യം പറയുമ്പോൾ, ഒരാളെ സംരക്ഷിക്കുമ്പോൾ ഒക്കെ നമ്മൾ ധൈര്യമാണ് പരീക്ഷിക്കുന്നത്. കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മൾ ധൈര്യം പരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ധൈര്യം പറയുന്നത് നമ്മൾ ധൈര്യവുമാരായി. കറേജ് അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്നത് അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നൊരു സംഭവമാണ്. നിങ്ങളൊരു സ്ഥലത്ത് ധൈര്യമായി നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ആ ധൈര്യം മറ്റൊരാളിലൂടെ നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോവുക ചെയ്യാം. നമ്മൾ മറ്റുള്ളവരെ തിരിച്ചറിയുന്നവരാകുക, പ്രോത്സാഹിപ്പിച്ചവരാവുക, മറ്റുള്ളവർക്ക് അഭിമാന നിമിഷങ്ങൾ സമ്മാനിച്ചവരാകുക. അതിനൊക്കെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഇവരങ്ങനെ അവരിങ്ങനെ അവരിത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ കളിയാക്കി തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം.